ഹായ്. ഇന്നത്തെ ദിവസം ഭയങ്കര മഴയാണ്. ഒരു രക്ഷയില്ല പുറത്തേക്കൊന്നും ഇറങ്ങാൻ. ഇത് കണ്ടോ, നമ്മുടെ പറമ്പാണ് ഈ കാണുന്നത്. പുറകിലുള്ള ഭയങ്കര വെള്ളക്കെട്ട. രാത്രിയൊക്കെ അതിഭയങ്കര കാറ്റും മഴയായിരുന്നു. എന്നിട്ട് ഇപ്പോഴും തോർന്നിട്ടില്ല, ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക ചെറുതായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാര്യം നടക്കുന്നു തോന്നാനുള്ള ഇന്ന് നിറച്ച് വെള്ളം തന്നെ, നിറച്ച് വെള്ളമാണ്. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ പലഹാരം എന്താണ്? ഇഡ്ഡലിയും ചമ്മന്തിയാണ്. ആ ചമ്മന്തിക്ക് ഒരു കരിവേപ്പിലയുടെ തണ്ടെടുക്കാനായിട്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. കരിവേപ്പില ഇല്ലാണ്ട് തന്നെ കടുക് വറക്കാം നമുക്ക്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചമ്മന്തി കൂട്ടി ഇഡ്ഡലിയൊക്കെ കഴിച്ച് മൂത്തമ്മ കഥകൾ കുറച്ചുകൂടി കേൾക്കാം അല്ലേ. ഇഡ്ഡലിയൊക്കെ ആറി വന്നിട്ട് കഴിക്കാൻ തുടങ്ങാം. നല്ല രസമുണ്ട് കേട്ടോ നിങ്ങളുടെ കോലം. ജാപ്പനീസുകാരെ പോലെ അത് തന്നെ. അതെ വന്നല്ലോ നിങ്ങളുടെ കാക്ക. പേരിട്ടു ചിഞ്ചു മാളു. അപ്പൊ നമ്മുടെ നല്ല പൂ പോലത്തെ ഇഡ്ഡലി ചമ്മന്തി. ഒറ്റപ്പാലത്ത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛമ്മ മൂത്തമ്മയൊക്കെ പറഞ്ഞില്ലേ, ചക്കയുടെ മൂത്തമ്മ. അപ്പോൾ ഒരിക്കൽ അവിടെ ഇഡ്ഡലി കൊണ്ടുവന്നപ്പം ഇഡ്ഡലി കൊട്ടയിൽ വെച്ച് കൊണ്ടുവരും. വലിയ കൊട്ടയിലാക്കിയിട്ട് കൊണ്ടുവരും. അതിൻ്റെ കൂടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാവും. അത് അപൂർവമായിട്ട് നമുക്ക് അങ്ങനെ ചമ്മന്തിപ്പൊടി ഒന്നും ചെറുതായില്ലാത്തതുകൊണ്ട്, കാരണം അത് ഇതില്ലാത്തതുകൊണ്ട് ആ ചമ്മന്തിപ്പൊടി ഭയങ്കര ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച പിന്നെ വന്നു ഇഡ്ഡലി വാങ്ങിച്ചു വെച്ചു, ചമ്മന്തിപ്പൊടി കിട്ടില്ല. ഞങ്ങൾ അവരെ തെരഞ്ഞ് 2 കിലോമീറ്റർ പുറകെ പോയി. അപ്പോൾ അവർ പോയി എന്ന് പറഞ്ഞില്ലേ, തലച്ചോമടല്ലേ, അവിടെയൊക്കെ 2 കിലോമീറ്ററൊക്കെ നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ കടയിൽ പോകുന്ന അത്രേ ഉള്ളൂ. അന്നൊക്കെ അത് കിട്ടിയില്ല. ആ ഇഡ്ഡലി സോഫ്റ്റാണ്. അവിടെ ഈ അങ്ങനത്തെ കൂട്ടർ ഉണ്ടാക്കുന്നതാ. ഇഡ്ഡലി കൊണ്ടുവന്ന് വിൽക്കും. അപ്പം എപ്പോഴും കടയിരിക്കും. അടുത്ത ആഴ്ച തരാ പറയും. അതങ്ങനെ പോകും. ഇവിടെ പലഹാരം കൊണ്ടുവരുന്നുണ്ടായിരുന്നു പണ്ട്, കൊട്ടയിൽ വെച്ചിട്ട് മുറുക്കൊക്കെ വെച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെയുള്ള പലഹാരം വന്ന പൈസ ഒന്നുമില്ല ചിലപ്പോൾ കൊടുക്കാം. ഒരു മുണ്ട് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കുക. അത് വലിയ സന്തോഷമാണ്. കാരണം ഇന്ന് തുണി വാങ്ങാനൊന്നും ഗതിയില്ലാത്ത പാവപ്പെട്ടവരാണ് അന്നത്തെ കാലത്ത്. ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. അപ്പോൾ എന്താ കറി ഉണ്ടാക്കണമെന്ന് ചോദിക്കും മുതമ്മയുടെ. എന്താ കുട്ടിയെ ഉണ്ടാക്കണേ? എരിശ്ശേരി, പുളിശ്ശേരി, താമരശ്ശേരി, വെണ്ടശ്ശേരി, ചൊരങ്ങാട്, പത്രിപ്പാല, താത്തുപാറ, തത്വമ്മ, തൈമിന് 2 ചെറുപയർ. ഇതൊക്കെയാണ് കറി. ഇതെന്താ മൂത്തമ്മ? അങ്ങനെ ഒരു കൂട്ടുണ്ട്. എന്താ മൂത്തമ്മക്ക് മാത്രമേ ഉള്ളൂ. നല്ല തമാശക്കാരിയാണ്. ഈ പറയുന്നതൊന്നും അർത്ഥമില്ല. കുട്ടികളെ നഴ്സറി വിട്ട് പറയുമ്പോൾ നോ പ്ലീസ് പറയുന്നതല്ലേ, എവിടെയോ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കൂ, അതെവിടെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളേന്ന് പറയും നോ പ്ലീസ്. എന്താണെന്നൊന്നും അറിയില്ല. അയാളെ പെനീസിൽ എന്നും പറയും. എനിക്കൊരു പെൻസിലിൻ്റെന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. അയാമെന്നറിയാം, പെനീസിൽ എന്നറിയാം, പെനീസിൽ എന്നൊക്കെ പറയുള്ളൂ. അമ്മിനിയെ, ഇവരുടെ പേര് അമ്മിണി എന്നാണ് മൂത്തമ്മയുടെ പേര്. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ചെറിയ കുട്ടിയുണ്ട്, 4 വയസ്സുള്ള കുട്ടി. അപ്പൊ എല്ലാരും വിളിക്കുന്നിട്ട് ആ കുട്ടിയെ വിളിക്കുക, അമ്മിണിയെ ഇടിക്കച്ചേ, ഇടിച്ചക്ക എന്ന് പറയാറുണ്ട് ഇവിടെ. അമ്മിണിയെ ഇടിക്കച്ചേ. എനിക്ക് വരുമ്പോ അമ്മിണിയമ്മ വരുമ്പോ ശർക്കര വെടി, പിന്നെ മുട്ടായി വെടി മതി എന്നായി പറയണ. വെടി, ശർക്കര വെടി, മുട്ടായി വെടി. അങ്ങനെ ഞങ്ങൾ പോത്തുകളെ അപ്പുറത്തെ വീട്ടിലേക്കെല്ലാം ഇഷ്ടംപോലെ പോത്തുകളുണ്ട്. അപ്പൊ അതിനെ പാടത്തേക്കൊക്കെ വിടും. അപ്പൊ ഞങ്ങളും പോവും. അത് നോക്കാൻ ആളൊക്കെ ഉണ്ട് അവിടെ. അവരുടെ കൂടെ പോയിട്ട് പോത്തുകളെ പുറത്ത് വെള്ളത്തെ കുളത്തിലൊക്കെ ഇറങ്ങിയാൽ പോത്തുകളെ പുറത്ത് ഇങ്ങനെ നീന്തി തുഴഞ്ഞു പോകും. അതിങ്ങനെ കൊണ്ടുപോയിക്കോളും. നല്ല രസമാണ്. നല്ല കഥയല്ല. മൊത്തമ്മ അത്രേ ഉള്ളൂ ലോകം. അവർ ആ മുളഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ടാവട്ടത്തിലല്ലാതെ കാർ തന്നെ കണ്ടിട്ടുണ്ടാവും
അന്നത്തെ കാലത്തല്ലേ? അങ്ങനെ ഒരു വിവരമില്ല. ആ വട്ടത്തിലുള്ള 1 കിലോമീറ്ററിനുള്ളിലുള്ള വിജ്ഞാനമേ ഉള്ളൂ. പക്ഷെ നാട്ടുകാരൊക്കെ അതൊക്കെ അപ്പുറത്തെ കുട്ടിയായിരിക്കും, കേശവമേനോന്റെ മോളെ മര അങ്ങനെയൊക്കെ പറയും. ബന്ധുക്കളെ അതൊക്കെ അറിയാം. പക്ഷെ അവിടെ ഒന്നും കണ്ടിട്ടില്ല എന്ന് മാത്രം. ഞങ്ങൾ വീട് 4 കെട്ടായിരുന്നേ. അതൊക്കെ പൊളിച്ച് പിന്നെ സാധാ വീടാക്കി. ഓവുകളൊക്കെ കാണാം. എന്താ ഓവുകൾ, വലിയ ഓവുകൾ, ഒരു 5 അടി 6 അടി നീളത്തിൽ ഓവുകൾ. അന്നൊക്കെ അതല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കുളമുണ്ട് ഫ്രണ്ടിൽ തന്നെ, വലിയ കുളം. കുളം എന്ന് പറഞ്ഞാൽ നീന്താൻ വന്ന വലിയ കുളമാണ്. അത് വലിയ ഒരു 8 അടി 2 അടി വീതിയിലൊക്കെ ഉള്ള വലിയ കരിങ്കല്ലുകളുണ്ട്. അതിൽ താളി അരയ്ക്കാൻ കുഴി അങ്ങനെയൊക്കെ ഉണ്ട്. ശരി. എന്തായാലും മൂത്തമ്മ കഥകൾ കൊള്ളാം. അപ്പൊ നാളെ പുതിയ കഥകളായിട്ട് വരാം അല്ലേ? ഉണ്ടാവില്ല ഇഷ്ടംപോലെ രസമായിരിക്കില്ലേ കേട്ടിരിക്കാൻ? ഇന്നിപ്പോ എന്തായാലും ഇന്നത്തേക്ക് ഇവിടെ നിർത്താം നമുക്ക് മൂത്തമ്മ കഥ. എന്നിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പൊ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഈ മഴയത്ത് എടുക്കാൻ പറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഒതുങ്ങാം അല്ലേ?